ഹലോ, അപ്പം നമ്മൾ ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള പുട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ കേക്കിനുള്ള പുട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല പരുവത്തിനാക്കി വെച്ചു. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് നേരെ കേക്കിൻ്റെ പണികളിലേക്ക് കിടക്കാം. വയറച്ചി, നമ്മുടെ വയറച്ചീൻ്റെ 2 കുട്ടികളെ വയറച്ചിക്ക് നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെ അപ്പം ചുടുകയാണ്. ആദ്യം തന്നെ നമ്മൾ കേക്കിൻ്റെ മാവ് വലുതാക്കിയാണ് കേട്ടോ. അപ്പം ഞാനാണ് മാവ് വലുതാക്കുന്നത്. അപ്പം മാവ് വലുതാക്കിക്കൊണ്ട് നിൽക്കുന്ന, മുറിച്ചോണ്ട് നിൽക്കുന്ന എല്ലാം ഒരു ഭാഗത്തെ ചെയ്യുന്നു, മറുഭാഗത്തെ ചെയ്യുന്നു. അപ്പം ഇപ്പോൾ ഉമ്മ മാവ് വലുതാക്കിയാണ്. ഞാനപ്പുറത്തുനിന്ന് മാവ് മുറിക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, ഇത് ഉമ്മ ഇപ്പം മുറിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ മുറിച്ചു. എന്നിട്ട് നമ്മൾ എന്തെല്ലോ പറയുന്നുണ്ട് ക്യാമറയിൽ. അപ്പം അടുത്തത് ഇച്ചാണ് മുറിക്കുന്നത്, കണ്ടില്ലേ? ഇതോ എന്നിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ ചൊറോട്ടിൻ്റെ മാവാണ് കേട്ടോ. അപ്പം നമ്മൾ ചൊറോട്ടിൻ്റെ മാവ് ഓരോരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ഇനി നമ്മൾ ആ ചൊറോട്ടൻ്റെ മാവിനെ പരത്തി വലുതാക്കിയാണ് കേട്ടോ. നമ്മൾ ആ ചൊറോട്ടൻ്റെ മാവിനെ പരത്തി വലുതാക്കിയാണ്. അത് നമ്മൾ ഇങ്ങനെ പരത്തി വലുതാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് അടുത്ത സ്റ്റേജാണ്. ഇനി നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് റവ ഇട്ട് കൊടുക്കുക. റവ ആ മാവിന് ചുറ്റിട്ട് കൊടുക്കണം കേട്ടോ. മാവ് നമ്മൾ പരത്തി വലുതാക്കി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേത്തേക്ക് വേറൊരു മാവ് ഇട്ട് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ റൗണ്ടിൽ വരാൻ വേണ്ടി അതൊക്കെ നേരെ തെളുപ്പിൽ ഒരേപോലെ സെറ്റാക്കി വെക്കാം. രണ്ടും ഒരേപോലെ വെട്ടാട്ടോ. അതിന് ശേഷം നമുക്ക് മടക്കി കൊടുക്കേണ്ടതാണ്. നമ്മളെ ചൊറോട്ടൻ്റെ മാവ് ഇതേപോലെ ആക്കി കൊടുക്കാം. നല്ല ഒരു കുറച്ച് ചെറുതാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിലും ഇങ്ങനെ ഉരുട്ടുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് എന്താക്കാം, ആ ചൊറോട്ടൻ്റെ മാവിനെ കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് എടുത്ത് മുറിക്കാം. അപ്പം നമ്മൾ ചൊറോട്ടൻ്റെ മാവ് മുറിച്ചിട്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനിയും ആയി വരാനുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കിലൊന്ന് മുറിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ട്രിപ്പാക്കിയാണ് നമ്മൾ മാവെടുത്ത് നന്നായി വലുതാക്കി നെയ്യ് ഒഴിച്ച് അതിൻ്റെ മേത്തിലേക്ക് വെച്ച് അത് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിതൊന്നും അങ്ങനെ അധികം ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഇത് നിങ്ങൾ ഫസ്റ്റ് കണ്ടു വന്നതല്ല. അപ്പം ഇതും ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം എടുത്ത് ഇനി പരത്താൻ വേണ്ടി പോകണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതൊക്കെ ഒരു ചട്ടി, ഒരു പ്ലേറ്റിൻ്റെ മൂടിയിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ അത്
ഒരു മൂടിലേക്ക് മാറ്റിയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അത് പത്തൽ ചുടുന്ന അച്ചിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. പരത്തിയതിന് ശേഷം നമ്മൾ എടുത്തിട്ട് വേറൊരു മൂടിലേക്ക് മാറ്റിയാണ്. അപ്പം നമ്മൾ വേറൊരു മൂടിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചൊറോട്ട റെഡിയായി വന്നു. ഇനി നമുക്ക് ഇത് നേരെ എണ്ണയിൽ കൊണ്ടുപോയിട്ട് ഇടാനേ ഉള്ളൂ. അപ്പം നമ്മൾ അതൊക്കെ എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അടിച്ചു, അമർത്തി, വെച്ചു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇത് ഇങ്ങനെ എടുക്കും തോറും ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളെ വീഡിയോയിൽ മിനിറ്റ് കൂടും. അതുകൊണ്ട് കുറേ എടുത്തിട്ടെല്ലാം ഉണ്ടായിന്. ഇത് പഞ്ചസാര പൊടിച്ചതാണ് അതിൻ്റെ മീനിലേക്ക് ഇടാൻ. കുറേ എടുത്തിട്ടെല്ലാം ഉണ്ടായിന്, അത് നമ്മൾ പൊടിച്ചതാണ്. ഇത് നമ്മളെ കടലൻ്റെ മാവാണ് കേട്ടോ. ഇനി നമ്മൾ എന്താണ് നമ്മുടെ ചൊറോട്ട എണ്ണയിലിടുകയാണ്. ചൊറോട്ട എണ്ണയിലിട്ട് നന്നായി വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഒരിഞ്ഞു വന്നപ്പോൾ നമ്മൾ അരിപ്പ പാനിലേക്ക് മാറ്റിയാണ്. അതിൻ്റെ മണ്ടയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി അടുത്ത ട്രിപ്പ് അതേപോലെ തന്നെ ആക്കിയിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി അനിയൻ അജിനാസ് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതെടുത്തിട്ട് അതിലേക്ക് ഇടാനുള്ളത് അവന് പിടിച്ച് നിന്നിട്ടുണ്ട് അവിടെ. അപ്പം ഇതെടുക്കുകയാണ്. അവർക്ക് തിരക്കാണ്. ഇത് ഇവിടെ എടുക്കുന്നതിന് മുമ്പേ അതെടുത്തിട്ട് ഇടുന്നു. അപ്പോൾ അതിലേക്കും പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്തത് അതൊക്കെ റെഡി ആയിട്ടു. എന്നിട്ട് നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയാണ്. നമുക്ക് അടുത്തത് ചൂടാനുള്ളത് വേണ്ടിയിട്ട് ചട്ടിയിൽ നിന്ന് കുപ്പിയിലേക്ക് മാറ്റി. അപ്പം നമ്മൾ ചൊറോട്ടപ്പണി ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ കേക്കാണ് ചൂടാൻ പോകുന്നത്. അപ്പം നമ്മൾ കേക്ക് എണ്ണയിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഒന്നാമത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് നിറയാനായി. ഇനി നമ്മൾക്ക് കുറച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ചും തിരിച്ചിടുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കേക്ക് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റിയാണ് കേട്ടോ. കേക്ക് നമ്മൾ വേഗം തന്നെ കുപ്പിയിലേക്ക് മാറ്റി. ഇത് നമ്മൾ അടുത്തതായിട്ട് ചൂടാൻ പോകുന്നത് കടല ആണ്. അപ്പോൾ നമ്മൾ കടല മാവിലേക്ക് ഇട്ടു. ഇനി നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇടുകയാണ് കേട്ടോ. കടല നന്നായി എണ്ണയിലേക്ക് ഇട്ടു. ഇതാ നല്ല പാങ്ങ് തിളച്ച എണ്ണയിലേക്കാണ് കടല ഇട്ടത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ടും മുമ്പോട്ടും ചുള്ളി കൊടുത്തു. അപ്പം അത് നന്നായി സെറ്റാകുമ്പോൾ നമ്മൾ മാറ്റി കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇത്രയും ആക്കി. ഇനി നമ്മൾക്ക് ഇത് മാറ്റി കൊടുക്കാനുള്ള ഇത് നമ്മൾ റെഡി ആയിട്ടോ. ഇനി നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്, ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ കടലനെ. ഇനി നമുക്ക് ഇത് 2-3 ദിവസമായിട്ടോ നമ്മൾ ചുട്ട് വെച്ചിട്ട് ടൈം കിട്ടുന്നില്ല. അപ്പം ഇന്നത്തെ നല്ല അടിപൊളി വീഡിയോയുമായി ഇന്നോ നാളെ ആയിട്ട് വരും കേട്ടോ. അപ്പം നല്ല കിടുക്കാച്ചി വീഡിയോയുമായി വരുന്നവരായിരിക്കും. ബൈ.